ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇത് പേര് KS മണി, വെൽമയുടെ ചെയർമാനാണ്. ഞാൻ രാജീവ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ NDDB ആണ്. എൻ്റെ പേര് ആസിഫ്, വെൽമയുടെ. ഞാൻ വത്സരം പിള്ള, എറണാകുളം മേഖല മാനേജർ. ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. നാളെ നമ്മളൊരു ദേശീയ തലത്തിലുള്ള സെമിനാർ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. കേരള ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ നടക്കുന്നത്. NDDBയുടെ ഡയമണ്ട് ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് രാജ്യത്ത് 20ഓളം സെമിനാറുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഒരു സെമിനാർ നടത്താൻ തീരുമാനിക്കുകയും കേരളത്തിലെ സെമിനാർ മൊത്തത്തിൽ സഹകരണ മേഖലയിലെ കാര്യങ്ങളാണ് സെമിനാറിൽ പറയുന്നതെങ്കിലും കേരളത്തിലെ ഡയറി സെക്ടറെ ഒരു പ്രാതിനിധ്യം നൽകിക്കൊണ്ടിട്ടുള്ള സെമിനാറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഇന്ന് ഈ പരിപാടിയിൽ NDDBയുടെ ചെയർമാൻ ഡോക്ടർ മിനീഷ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ പെട്ടെന്ന് നമുക്കറിയാലോ, ഇത്തരം ഉന്നതസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരെ കേന്ദ്രത്തിൽ നിന്ന് ഹോം മിനിസ്റ്ററുടെ ഒരു മീറ്റിംഗ് നാളെ വിളിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. പക്ഷെ എന്നാലും NDDBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നമ്മൾ തന്നെ മലയാളിയായ ദീർഘകാലം കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും പ്രവർത്തിച്ച തിരുവനന്തപുരം സ്വദേശി കൂടിയായ ശ്രീ രാജീവനുണ്ട്. അതുപോലെ തന്നെ ശ്രീമതി റോമി ജേക്കബ് ഉണ്ട്. നാളത്തെ പരിപാടിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രസ് റിലീസ് നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ വിഷയമെന്ന് പറയുന്നത് സഹകരണത്തിലൂടെ സമൃദ്ധി എന്നുള്ളതാണ് വിഷയം. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ആരോടും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. സഹകരണ മേഖലയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ആരോടും വിളിച്ചു പോകേണ്ട കാര്യമില്ല. രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ സഹകരണ മേഖലയുടെ പ്രാധാന്യം നല്ലതാണ്. പക്ഷേ NDDBയുടെ ചെയർമാൻ അടക്കമുള്ളവർ വരുമ്പോൾ ദേശീയ തലത്തിൽ കുറെ കൂടെ കേരളത്തിന്റെ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അത് അവതരിപ്പിക്കാനും കിട്ടാവുന്ന ഒരു അവസരമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഡയറി സെക്ടറെ കുറിച്ച് പറയുമ്പോഴും രാവിലെ നമ്മൾ ആ പരിപാടികളുടെ ഡീറ്റെയിൽസ് ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയാണ്. അത് അധ്യക്ഷം വഹിക്കേണ്ടത് നമ്മുടെ ഇൻവിറ്റേഷനിൽ പറഞ്ഞ പോലെ ഡോക്ടർ മിനീഷ NDDB ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മിൽമ ചെയർമാൻ അധ്യക്ഷം വഹിക്കും. മറ്റ് കാര്യപരിപാടികളൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് പോകും. നമ്മുടെ ചിഞ്ചുറാണി മിനിസ്റ്റർ കൂടാതെ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ കൂടെ അതിലെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ ഒരു പ്രധാനമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ മിൽമയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ രാവിലെ തന്നെ മിൽമയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അതിൽ നിശ്ചയമായിട്ടും കേരളത്തിലെ മേഖലയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് മിൽമയുടെ ഇൻവോൾവ്മെന്റും അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതികളും അവരുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിശദീകരിക്കും. അതുകൂടാതെ തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റാവുന്ന കേരളത്തിന് സഹകരണ മേഖലയിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരു 2-3 സ്ഥാപനങ്ങളുടെ മേധാവികളിലൂടെ പങ്കെടുക്കും. നിങ്ങൾക്ക് എന്ന ഇൻവിറ്റേഷനിൽ കാണാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതിന്റെ ചെയർമാൻ തന്നെ രാവിലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ കേരള ബാങ്കിന്റെ, നമുക്കറിയാം, ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് അംഗീകാരം കിട്ടുകയും 50,000 കോടിയിലധികം കേരളത്തിലെ വായ്പാ സംവിധാനം നൽകി 5 ബാങ്കുകൾ, 4 ദേശസാൽകൃത ബാങ്കും ഒരു കേരള ബാങ്കുമായിട്ട് നിൽക്കുന്ന അത്രയും ഉന്നതിയിലേക്ക് പോകുന്ന കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വൈദ്യ ശുശ്രൂഷ രംഗത്ത് മികവാർന്ന ഒരു സഹകരണ സ്ഥാപനമായിട്ടുള്ള കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ശ്രീ രാജേന്ദ്രൻ, ഈ 3 പ്രധാന സഹകരണ സെഗ്മെന്റിലുള്ള ആൾക്കാർ കൂടെ അതിലെ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കും. അതിനുശേഷം ഈ പറഞ്ഞ 3 മേഖലയിലെയും വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും. ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സഹകരണ മേഖല വലിയ തോതിൽ കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ വസ്തുതയാണ്. അത് നമ്മൾ രാജ്യത്ത് മൊത്തത്തിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒരു അവരിൽ എത്തിക്കുക,
അത് സമാനമായി കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ചയും വികാസവും നേട്ടവും രാജ്യതലത്തിൽ മറ്റുള്ളവർക്ക് കൂടെ ആവിഷ്കരിക്കാൻ പറ്റാവുന്ന വിധത്തിൽ പോവുക. അതോടൊപ്പം തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഡയറി സെക്ടർ പറയുന്നത് കൊണ്ട് ഡയറി സെക്ടറിൽ നമുക്ക് കുറെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ പാല് ആവശ്യം നമുക്ക് ഉള്ളത് തികയാതെ വെളിയിൽ നിന്നും ഇപ്പോഴും ദിവസം പാല് മേടിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെല്ലാം പാലിന്റെ സംഭരണത്തിൽ വലിയ വർധനവ് വരുമ്പോഴും നമുക്കിപ്പോഴും പാലിന് വേണ്ടത്ര പാല് നമുക്ക് വിൽപ്പനയ്ക്ക് ആവശ്യമുള്ള പാലുകൾ ഇപ്പോഴും ഇവിടെ ഇല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ സെമിനാറിലെ ചർച്ചയിലൂടെ അതുപോലെ സർക്കാരിന്റെ കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ മേഖലയെ കുറെ കൂടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, നമ്മൾ എത്തി നിൽക്കുന്നതിൽ നിന്നും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ക്ഷീരകർഷകരെ സഹായിക്കാനും പറ്റാവുന്ന പദ്ധതികൾ ചർച്ചയിലൂടെ സെമിനാറിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്നത് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പോകാൻ ഒരുമിച്ച് മിൽമയും ക്ഷീരവികസന വകുപ്പും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതര ഡിപ്പാർട്ട്മെന്റുകളും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിലാണ് പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ മേഖലയെ കൈത്താങ്ങുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്ത് അടക്കം ഞാൻ പറഞ്ഞ ഇതര വകുപ്പുകളോടൊപ്പം വളരെ വലിയ തോതിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മേഖല എത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ക്ഷീരമേഖലയെ ഇവിടെ ഫോക്കസ് ചെയ്ത ഒരു സെമിനാർ എന്നുള്ള നിലയിൽ ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ സെമിനാർ പ്രയോജനപ്പെടും എന്നാണ് ഈ സെമിനാറിന്റെ കാര്യങ്ങളെ കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. രണ്ടാമത് ഞങ്ങൾ വന്നതിന്റെ കാര്യം ഈ വിഷയങ്ങൾ പറയുക മാത്രമല്ല, നാളത്തെ സെമിനാർ ഉദ്ഘാടന ചടങ്ങിലേക്കും അതിന്റെ പ്രൊസീഡിങ്സ് മറ്റ് നടപടികളിലെല്ലാം മാധ്യമങ്ങളിലൂടെ അത് പുറം ലോകത്തേക്ക് അറിയിക്കാൻ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെ നേരിട്ട് ക്ഷണിക്കാനും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ക്ഷണക്കത്തുകൂടെ നാളത്തെ പ്രോഗ്രാമിന്റെ ക്ഷണക്കത്തുകൂടെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ നാളെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഈ നടത്തുന്ന വളരെ വലിയ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ നടത്തുന്ന ഈ സെമിനാർ വലിയൊരു വിജയമാക്കി പോകുന്നതിന് നിങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണം ഉണ്ടാവണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ ക്ഷീരമേഖലയും മെൽമയുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ വലിയ പിന്തുണയും സഹകരണവും സഹായവുമാണ് നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇനിയും കൂടുതൽ നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് നേരിട്ട് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. താങ്ക് യു. ഇങ്ങനെയുണ്ട് പറയാം. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ഡെലിഗേറ്റ്സിനെയാണ് ഇതിൽ കൊണ്ടുവരുന്നത്. നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്തത് 400 പേരാണ്. ആദ്യം NDDB പറഞ്ഞത് 200 പേര് വെച്ചിട്ടുള്ള സെമിനാറാണ്. പക്ഷേ ഡയറി സെക്ടറിൽ ഒരു സെമിനാർ നടത്തുമ്പോൾ 200 പേര് തികച്ചും ശുഷ്കമാണെന്നുള്ള എനിക്ക് ഒരു 400 പേര് ടാർഗറ്റ് നമ്മൾ ചെയ്തു. ഇപ്പൊ ഏകദേശം നമ്മളൊരു 550-600 പേരോളം പങ്കെടുക്കുന്ന വിധത്തിലുള്ള സെമിനാർ ഡെലിഗേറ്റ് ആയി. അതില് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സംഘത്തിന്റെ പ്രസിഡന്റുമാരുണ്ടാവും, ഭരണസമിതി അംഗങ്ങളുണ്ടാവും, ക്ഷീര കർഷകരുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, മിൽമയുടെ ഉദ്യോഗസ്ഥരുണ്ടാവും, NDDBയുടെ ഉദ്യോഗസ്ഥരുണ്ടാവും. ഇതോടൊപ്പം നടക്കുന്ന മറ്റൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മികച്ച ക്ഷീര കർഷകൻ, മികച്ച സംഘം, അതുപോലെ തന്നെ നമ്മളറിയാലോ ഈ ബീജദാന കുത്തിവയ്പ്പ് നടത്തുന്ന AI വർക്കേഴ്സ് ഉണ്ട്. ആ മികച്ച AI വർക്കേഴ്സിനുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതും കൂടെ നാളെ ഈ പരിപാടി വെച്ച് നടക്കും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നിൽക്കുന്ന 1, 2, 3 സ്ഥാനങ്ങളുണ്ട്. അല്ലേ? 1, 2, 3 സ്ഥാനങ്ങളിലുള്ള സമ്മാന വിതരണം ഉണ്ടാവും. അത് സാമാന്യം ഒരു നല്ല ക്യാഷ് അവാർഡും പുരസ്കാരവും കൊടുത്തുകൊണ്ട് അത്തരം ആൾക്കാരെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മൾ സംസ്ഥാന തലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു അവരെയും തെരഞ്ഞെടുത്തുകൊണ്ടുള്ള സമ്മാന വിതരണവും അവർക്കുണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ സാധാരണ നിലയിൽ മേഖലാ യൂണിയനുകൾ വാർഷിക പൊതുയോഗം നടക്കുന്ന സമയത്ത് ഓരോരോ കൊല്ലവും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും മികച്ച സംഘങ്ങളെ, ഏറ്റവും മികച്ച കർഷകരെ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ജില്ലാതലത്തിലും യൂണിയൻ തലത്തിലും അവാർഡുകൾ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് ഇതുവരെ സംസ്ഥാന തലത്തിൽ മിൽമയുടെ ആഭിമുഖ്യത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ക്ഷീരവികസന വകുപ്പ് സംസ്ഥാന തലത്തിൽ ഇത്തരം കർഷകരെ അനുമോദിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അംഗീകാരം കൊടുക്കുന്ന പദ്ധതി സംസ്ഥാന ക്ഷീര മേളയിൽ വെച്ചൊക്കെ നടത്താറുണ്ട്.
പക്ഷെ ഇപ്പൊ NDDB തന്നെ പറഞ്ഞ അവരുടെ ആശയപ്രകാരം പറഞ്ഞ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് പൂർണ്ണമായിട്ടും NDDBയുടെ ഉദ്യോഗസ്ഥർ തന്നെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. നമ്മളെ യൂണിയനിൽ നിന്നും അതിലെ മികച്ച ആൾക്കാരുടെ പേരുകൾ 3 പേരുകൾ വെച്ച് ഓരോരോ ഇനത്തിനും കൊടുക്കുക എന്നല്ലാതെ ബാക്കി അവരെ തെരഞ്ഞെടുപ്പും നാളെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുള്ള അവാർഡുകളും ഈ മേഖലയിലെ മികച്ച പ്രവർത്തനം നടത്തുന്ന 3 കാറ്റഗറിയിലായിട്ട് 1, 2, 3 സമ്മാനങ്ങളായി കൊടുക്കുന്ന അവാർഡ് വിതരണവും ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നു. മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഈ ഒരു കൊല്ലം ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ ഇന്റർനാഷണൽ അന്തർദേശീയ സഹകരണ വർഷം എന്നുള്ള നിലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് NDDBയുടെ നേരത്തെ പറഞ്ഞ ഡയമണ്ട് ജൂബിലി പരിപാടിയാണ്. NDDBയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ 1000 നാവ് നമുക്കുണ്ട്. കാരണം എന്താ, NDDB എന്നുള്ള പ്രസ്ഥാനം തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നത് നമുക്കൊക്കെ അഭിമാനകരമായ കേരളത്തിന്റെ പുത്രനായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ഭാവനാപൂർവമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് NDDB തന്നെ രൂപീകരിച്ച് മുന്നോട്ട് വന്നത്. നമ്മളിവിടെ ഇരിക്കുന്ന മിൽമ ചെയർമാനും എന്റെ സഹപ്രവർത്തകരായ 2 യൂണിയന്റെ ചെയർമാൻ ഇരിക്കുമ്പോൾ മിൽമയും അതുപോലെ തന്നെ എറണാകുളം യൂണിയനും തിരുവനന്തപുരം യൂണിയനും നടപ്പിലാക്കിയത് ഡോക്ടർ വർഗീസ് കുര്യൻ NDDBയുടെ ചെയർമാൻ ഇരിക്കുമ്പോൾ 1980 ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ടാണ്. 80 മിൽമ തുടങ്ങിയ 85 ഈ 2 യൂണിയനും നടപ്പിലാക്കിയത്. പിന്നീട് 90-ലാണ് മലബാർ മേഖലാ യൂണിയൻ തുറന്നത്. അത് പക്ഷേ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ടല്ല, അത് സ്വിസിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് മലബാർ മേഖലാ യൂണിയൻ നടപ്പിലാക്കിയത്. ഈ വസ്തുത അറിയാം. അപ്പൊ NDDB എന്നൊക്കെ പറയുമ്പോൾ മലയാളികളായ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റാവുന്ന ഈ വൈറ്റ് റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ നാട്ടിൽ നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ 1000 നാവാണെന്ന് പറഞ്ഞാൽ അത് അധികമാവില്ലെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഇങ്ങനെ അവസാനിപ്പിച്ചാലും അവസാനിപ്പിക്കാം. ഒന്ന് നന്ദി പറയൂ. നമസ്കാരം. മിൽമയുടെയും NDDBയുടെയും ക്ഷണം സ്വീകരിച്ച